The nurse is caring for a client with congestive heart failure. On assessment, the nurse notes that the client is dyspneic and the crackles are audible on auscultation. The nurse suspects excess fluid volume. What additional signs would the nurse expect to note in this client if excess fluid volume is present? Options are weight loss, flat neck and hand vein, an increase in blood pressure, a decreased central venous pressure. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. അസസ്മെന്റിന്റെ സമയത്ത് പേഷ്യന്റിന് ഡിസ്നി ഉണ്ടായിരുന്നു. ഓസ്കൾട്ടേറ്റ് ചെയ്തപ്പം ക്രാക്കിൾസ് കേൾക്കാൻ കഴിഞ്ഞു. ഇനി പേഷ്യന്റിന് ഒരു ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ് സസ്പെക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ സയൻസ് കൂടാതെ വേറെ എന്ത് സയൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാകുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. ഫ്ലൂയിഡ് വോളിയം എക്സസ് ഉണ്ടാകുന്നത് നമ്മുടെ ഫ്ലൂയിഡ് ഇൻടേക്ക് കൂടുമ്പോഴോ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ ഫ്ലൂയിഡ് നമ്മുടെ ബോഡി റീറ്റെയിൻ ചെയ്യുമ്പോഴോ ആണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ സയൻസ് എന്ന് പറയുന്നത് കഫ്, ഡിസ്നിയ, ക്രാക്കിൾസ്, ടക്കിപ്നിയ, ടക്കികാർഡിയ, എലിവേറ്റഡ് ബ്ലഡ് പ്രഷർ, ബൗണ്ടിങ് പൾസ്, വെയ്റ്റ് ഗെയിൻ, എഡിമ, ഡിസ്റ്റൻഡഡ് വെയിൻസ്, ഓൾട്ടേർഡ് ലെവൽ ഓഫ് കോൺഷ്യസ്നസ്, ഇതൊക്കെയാണ്. ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ് ലോസ് ഉണ്ട്, ഫ്ലാറ്റ് നെക്ക് ആൻഡ് ഹാൻഡ് വെയിൻ ഉണ്ട്, പിന്നെ ഡിക്രീസ്ഡ് CVP ഉണ്ട്. ഇതൊക്കെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിന്റെ സൈൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫ്ലൂയിഡ് വോളിയം എക്സസ് ആയിരുന്നു. അതിന്റെ സൈൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് BP ആണ്. A nurse is reading a physician's progress note in the client's record and reads that the physician has documented insensible fluid loss of approximately 800 ml daily. The nurse interprets that this type of fluid loss can occur through options: the skin, urinary output, wound drainage, the gastrointestinal tract. ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസ് എങ്ങനെയാണ് സംഭവിക്കുക എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ദ സ്കിൻ ആണ്. ഇൻസെൻസിബിൾ ലോസ് may occur without person's awareness and it cannot be measured accurately. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്കിന്നിലൂടെയും ലങ്സ് വഴിയുമൊക്കെ ഫ്ലൂയിഡ് ലോസ് ആകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല, എത്രമാത്രം ഫ്ലൂയിഡ് ലോസ് ആകുന്നത്. വി കൻ നോട്ട് മെഷർ എക്സാക്ട്ലി ഹൗ മച്ച് ഈസ് വാട്ടർ ലോസ്. അതുകൊണ്ട് നമ്മളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് ഈ ഒരു ഫ്ലൂയിഡ് ലോസിൽ പറയുന്നത്. ഇനി സെൻസിബിൾ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവെയർ ആണ് ഇതിനെക്കുറിച്ച്, ആൻഡ് വി ക്യാൻ മെഷർ എക്സാക്ട്ലി ഹൗ മച്ച് ഈസ് ദ വാട്ടർ ലോസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൂണ്ട് ഡ്രെയിനേജ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ക് വഴിയുള്ള ലോസ്, യൂറിനേഷൻ വഴിയുള്ള ലോസ്, ഇതൊക്കെയാണ് സെൻസിബിൾ ലോസിന് എക്സാമ്പിൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻസെൻസിബിൾ ഫ്ലൂയിഡ് ലോസിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് സ്കിൻ വഴിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. A nurse is monitoring a client in the immediate postpartum period for signs of hemorrhage. Which of the following signs, if noted, would be an earliest sign of excessive blood loss? Options are a temperature of 100.4 degree Fahrenheit, a blood pressure change from 130/88 to 124/80 mm of Hg, an increase in pulse rate from 88 to 102 beats per minute, an increase in respiratory rate from 18 to 22 breaths per minute. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇമ്മീഡിയറ്റ് പോസ്റ്റ്പാർട്ടം പീരീഡിൽ ഏർലി സൈൻ ഓഫ് എക്സസീവ് ഫ്ലൂയിഡ് ലോസ് എന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇൻക്രീസ് ഇൻ പൾസ് റേറ്റ്. 4th സ്റ്റേജ് ഓഫ് ലേബറിൽ വൈറ്റൽ സൈൻസ്
എവറി 15 മിനിറ്റ്സിൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ ഹെമറേജിൻ്റെ ഏർലി സൈൻ എന്ന് പറയുന്നത് പൾസ് റേറ്റ് കൂടുന്നതാണ്. കാരണം ബ്ലഡ് വോളിയം കുറയുന്നതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹാർട്ട് കൂടുതൽ ഫാസ്റ്റായിട്ട് പമ്പ് ചെയ്യും. ഇനി ബ്ലഡ് പ്രഷർ നോക്കുകയാണെങ്കിൽ ഹെമറേജിൻ്റെ സമയത്ത് ബ്ലഡ് പ്രഷർ കുറയും, പക്ഷെ അത് ഒരു ഏർലിയസ്റ്റ് സൈൻ ഓഫ് ഹെമറേജ് അല്ല. ഏർലിയസ്റ്റ് സൈൻ എന്ന് പറയുന്നത് പൾസ് റേറ്റ് കൂടുന്നതാണ്. A nurse reviews a client's electrolyte laboratory report and notes that the potassium level is 3.2 milliequivalent per liter. Which of the following would the nurse note on the electrocardiogram as a result of laboratory value? Options are visible U wave, absent P wave, elevated T wave, elevated ST segment. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. യു വേവ് വിസിബിൾ ആയിരിക്കും. ഇവിടെ പേഷ്യൻറ്റിൻ്റെ പൊട്ടാസ്യം ലെവൽ 3.2 മില്ലി ഈക്വലൻ്റ് ആണ്. നോർമൽ പൊട്ടാസ്യം ലെവല് 3.5 to 5.2 മില്ലി ഈക്വലൻ്റ് പെർ ലിറ്റർ ആണ്. അതായത് 3.5ലും കുറവാണ്. ദാറ്റ് മീൻസ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹൈപ്പോകലീമിയ. ക്വസ്റ്റ്യനിൽ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ECGയിൽ എന്ത് വ്യത്യാസം വരുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ഹൈപ്പോകലീമിയയിൽ ECG ചേഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻവേർട്ടഡ് ടി വേവ്, ST സെഗ്മെന്റ് ഡിപ്രഷൻ, പ്രൊമിനന്റ് U വേവ്, ആബ്സെന്റ് P വേവ്, ഇതൊക്കെയാണ് ഹൈപ്പോകലീമിയയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ U വേവ് പ്രസന്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അതൊരു ECG ചേഞ്ച് ആണ് ഹൈപ്പോകലീമിയയിൽ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. A nurse is preparing to assess the uterine fundus of a client in the immediate postpartum period. When the nurse locates the fundus, she notes that the uterus feels soft and boggy. Which nursing intervention would you appropriate initially? Options are elevate the client's leg, encourage the client to void, massage the fundus until it is firm, push on the uterus to assist in expressing clots. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇമ്മീഡിയറ്റ് പോസ്റ്റ്പാർട്ടം പീരീഡിൽ യൂട്രസ് സോഫ്റ്റും ബോഗിയുമായാൽ നമ്മുടെ ഫസ്റ്റ് ആക്ഷൻ എന്താണെന്നാണ്. ഫസ്റ്റ് നഴ്സിംഗ് ഇൻ്റർവെൻഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മസാജ് ദ ഫണ്ടസ് അണ്ടിൽ ഇറ്റ് ഈസ് ഫേം. ഇമ്മീഡിയറ്റ് പോസ്റ്റ്പാർട്ടം പീരീഡിൽ യൂട്രസ് കൺട്രാക്ട് ചെയ്തിരിക്കണം. ഇവിടെ സോഫ്റ്റ് ആൻഡ് ബോഗിയാണ് യൂട്രസ്. ദാറ്റ് മീൻസ് ദ യൂട്രസ് ഈസ് നോട്ട് കൺട്രാക്റ്റഡ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂട്രസിനെ കൺട്രാക്റ്റഡ് ആക്കുന്നതിന് വേണ്ടി വിൽ മസാജ് ദ ഫണ്ടസ് അണ്ടിൽ ഇറ്റ് ഈസ് കൺട്രാക്റ്റഡ്. യൂട്രൈൻ മസാജിന് ശേഷവും യൂട്രസ് കൺട്രാക്റ്റ് ആകുന്നില്ലെങ്കിൽ മാത്രം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഡിസ്റ്റൻഡഡ് ബ്ലാഡർ കാരണമായിരിക്കാം ഈ കൺട്രാക്റ്റ് ചെയ്യാതെ വരുന്നതെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ പേഷ്യൻറ്റിനോട് അവോയ്ഡ് ചെയ്യാൻ പറയാം. അപ്പോൾ ഇനീഷ്യൽ ആക്ഷൻ എപ്പോഴും യൂട്രൈൻ മസാജാണ്. എ നഴ്സ് ഈസ് റിവ്യൂവിംഗ് ലബോറട്ടറി റിസൾട്ട്സ് and notes that the client's serum sodium level is 150 milliequivalent per liter. The nurse reports the serum sodium level to the physician and the physician prescribes dietary instruction based on the sodium level. Which sodium item does the nurse instruct the client to avoid? Options are peas, nuts, cauliflower, and processed oat cereals. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രോസസ്ഡ് ഓട്ട് സീരിയൽസ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പേഷ്യൻ്റെ സോഡിയം ലെവൽ, സിറം സോഡിയം ലെവൽ 150 മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ്. ഈ ഒരു വാല്യൂ ഉള്ള പേഷ്യൻ്റ് ഏത് ഫുഡ് ഐറ്റമാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോർമൽ സീറം സോഡിയം ലെവൽ 135 to 145 മില്ലി ഈക്വലൻ പെർ ലിറ്റർ ആണ്.
പേഷ്യൻറ്റിന് 150 ആണുള്ളത്. ദാറ്റ് മീൻസ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹൈപ്പർനെട്രീമിയ. അപ്പോൾ പേഷ്യൻ്റ് അവോയ്ഡ് ചെയ്യേണ്ടത് ഹൈ സോഡിയം ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഹൈ സോഡിയം ഫുഡിന് എക്സാമ്പിൾസ് ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഏതാണെന്ന് നോക്കുക. ഇവിടെ 4th ഓപ്ഷനായിട്ടുള്ള പ്രോസസ്ഡ് ഓട്ട് സീരിയൽസ് ആണ് ഹൈ സോഡിയം ഫുഡിന് ഒരു എക്സാമ്പിൾ. ഇനി മറ്റ് ഓപ്ഷൻസ് നോക്കിയിട്ടുണ്ടെങ്കിൽ പീ നട്ട്സ്, കോളിഫ്ലവർ ഇതൊക്കെ ഹൈ ഫോസ്ഫറസ് കണ്ടൻ്റ് ഉള്ള ഫുഡാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ പേഷ്യൻറ്റിന് ഹൈപ്പർനെട്രീമിയ ആണ്. ഹൈപ്പർനെട്രീമിയ ഉള്ളവർ പ്രോസസ്ഡ് ഓട്ട് സീരിയൽസ് ഹാസ് ടു ബി അവോയ്ഡ്. A nurse is assessing a client with a suspected diagnosis of hypocalcemia. Which of the following clinical manifestations would the nurse expect to note in the client? Options are twitching, hypoactive bowel sound, negative Trusser's sign, and hypoactive deep tendon reflexes. ഹൈപ്പോകാൽസീമിയ സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിന് എന്ത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനാണ് നേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ട്വിച്ചിങ് ആണ്. നോർമൽ സീറം കാൽസ്യം ലെവല് 8.6 to 10 mg/dl ആണ്. സീറം കാൽഷ്യം ലെവല് 8.6 കുറയുമ്പോഴാണ് ഹൈപ്പോകാൽസീമിയ. സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഹൈപ്പോകാൽസീമിയ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പാരസ്തീഷ്യ ഫോളോഡ് ബൈ നംനെസ്, ഹൈപ്പർ ആക്റ്റീവ് ഡീപ്പ് ടെൻഡൻ റിഫ്ലെക്സ്, പോസിറ്റീവ് ട്രൂസേഴ്സ് സൈൻ ആൻഡ് ചാവോസ്റ്റിക് സൈൻ. ഇതുകൂടാതെ മറ്റ് ചില സിംറ്റംസ് ഉണ്ടാകും, ലൈക്ക് ന്യൂറോമസ്കുലർ എക്സൈറ്റബിലിറ്റി, മസിൽ ക്രാമ്പ്, ട്വിച്ചിങ്, ടെറ്റനി, സീഷേഴ്സ്, ഇറിറ്റബിലിറ്റി, ആങ്സൈറ്റി. ഇതൊക്കെ ഹൈപ്പോകാൽസീമിയയുടെ സിംറ്റംസ് ആണ്. ഈ സിംറ്റംസിൽ ട്വിച്ചിങ് ആണ് നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ട്വിച്ചിങ്. A nurse is assigned to care for a group of clients. On review of the client's medical records, the nurse determines that which client is at risk of fluid volume excess. Options are the client taking diuretics, the client with renal failure, the client with an ileostomy, the client who requires gastrointestinal suctioning. ഈ ഓപ്ഷൻസിലുള്ള ഏത് ഗ്രൂപ്പിനാണ് ഫ്ലൂയിഡ് വോളിയം എക്സസിന് ചാൻസ് കൂടുതലെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ക്ലയന്റ് വിത്ത് റീനൽ ഫെയിലിയർ. ഫ്ലൂയിഡ് വോളിയം എക്സസിൻ്റെ കോസസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡിക്രീസ് കിഡ്നി ഫങ്ഷൻ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, യൂസ് ഓഫ് ഹൈപ്പോട്ടോണിക് ഫ്ലൂയിഡ്, എക്സസീവ് ഇറിഗേഷൻ ഓഫ് wound and body cavity, and excessive ingestion of sodium. ഇത്രയാണ് കോസസ് ഓഫ് ഫ്ലൂയിഡ് വോളിയം എക്സസ്. അപ്പോൾ ഇവിടെ റീനൽ ഫെയിലിയറും ഒരു കോസ് ഓഫ് ഫ്ലൂയിഡ് വോളിയം എക്സസ് ആണ്. ഇനി മറ്റ് ഓപ്ഷൻസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയോറിറ്റിക്സ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ഈലിയോസ്റ്റമി ഉള്ളവർ, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സക്ഷനിങ് ചെയ്യുന്നവർ, അവരൊക്കെ ഫ്ലൂയിഡ് വോളിയം ഡെഫിസിറ്റിന് റിസ്ക് ആയിട്ടുള്ള ആളുകളാണ്.